കൊന്നിച്ചോ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ലോന്റെ ചാപ്റ്റേഴ്സ് ആയുള്ള 374 375 പിന്നെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മുടെ പേജ് നിങ്ങൾ ഒന്ന് സബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. ലൈക്കിനെ പറ്റി എന്തായാലും ഞാനിവിടെ പറയുന്നില്ല, കാരണം കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ ആരും എനിക്ക് ആവശ്യത്തിന് ലൈക്ക് തരാറില്ല. അതുകൊണ്ട് ഞാൻ ലൈക്കിനെ പറ്റി ചോദിക്കുന്നുമില്ല. എന്തായാലും നമുക്ക് ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്ത് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ മോർഗന്റെ ഫ്രണ്ടിലേക്ക് നാച്ചും അതേപോലെ ഈച്ചുകയും വന്നിട്ടുണ്ട്. ബ്രദർ, അവസാനം നീ എന്റെ മുമ്പിൽ എത്തിയല്ലേ. നമ്മുടെ മോർഗനെ കണ്ടിട്ട് നാച്ച് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. പുള്ളിക്കാരന് ഒന്നും പറയാൻ പറ്റുന്നില്ല. അതേസമയം നമ്മുടെ യാമി നേരെ ബാക്കിലേക്ക് വീഴുന്നുണ്ട്. ഇത് കാണുന്നത് ഈച്ചുക തന്റെ ബ്രദറിനെ വിളിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ആന്റി മാജിക്കിൽ പൊതിഞ്ഞിരിക്കുവാണ്. ഇതത്രക്ക് എളുപ്പമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഗ്രേഡിയറിന്റെ ഒരു ഫോർമർ ലീഡർ എന്ന നിലയ്ക്ക് നമുക്ക് രണ്ടുപേർക്കും കൂടി ചേർന്ന് അവനെ ഡിഫീറ്റ് ചെയ്യാം. ഇത് കേട്ടത് നമ്മുടെ നാച്ച് സൈമൾട്ടേനിയസ്ലി അവർ രണ്ടുപേരും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കിടന്ന് കാറുന്നുണ്ട്. ഞാൻ കുറച്ചു നേരത്തേക്ക് അവരെങ്ങനെയെങ്കിലും പിടിച്ചു വെക്കാം. ആ സമയത്ത് യാമിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. ഞാൻ ചാകാൻ പോണ സമയത്തും ഈച്ചിക ഞാൻ നിന്നെയാണല്ല കാണുന്നത്. അല്ല, ഈ കീ. പെട്ടെന്ന് ഈച്ചിക യാമീനെ വിളിക്കുന്നുണ്ട്. യാമി ചേട്ടാ എഴുന്നേക്ക്, തോറ്റു കൊടുക്കല്, എഴുന്നേക്ക് എഴുന്നേക്ക്. അപ്പൊ തന്നെ നമ്മുടെ യാമി ഈച്ചിക എന്ന് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇപ്പോൾ ക്ലോർ കിൻഡത്തിലേക്ക് വന്നത്? ചേട്ടന്റെ ബ്ലാക്ക് ബുൾസ് ആണ് എന്നെയും ആസേനെ ലാൻഡ് ഓഫ് ദ സണ്ണിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചത്. സോ അവൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലേ? എന്തായാലും എന്റെ പിള്ളേർ ചെയ്ത പരിപാടി. ചേട്ടാ എന്നോട് ക്ഷമിക്ക്. ചേട്ടൻ ഏറ്റവും അവസാനം നമ്മുടെ അച്ഛനെ മാത്രമല്ല കൊന്നത്, ബാക്കി എല്ലാവരെയും കൊന്നത് ഞാനല്ലേ. എന്നിട്ടും ചേട്ടൻ എനിക്ക് വേണ്ടി എല്ലാ ബ്ലെയിമും എടുത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് പോയില്ലേ. ഞാൻ പോലും അറിയാതെ ഇത്ര നാൾ എന്നെ ചേട്ടൻ സംരക്ഷിക്കുമായിരുന്നല്ലോ. എന്നോട് ക്ഷമിക്കു ചേട്ടാ. എന്തിനാണ് നീ എന്നോട് നന്ദി പറയണത്? ഞാൻ മാത്രമല്ല, റിയുവും അവിടെ കുറെ അധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. റിയു, ഞാനിപ്പോൾ പോകുവാണ്. പക്ഷേ ഞാൻ ഒരു ദിവസം നന്നായിട്ട് എന്നെ സ്ട്രോങ്ങറായി മാറും. എന്നിട്ട് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിക്കും. നീ ഇവിടുത്തെ ഷോകനായി കഴിയാൻ നിർത്ത്. ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു വരും നിന്നെ കാണാനായിട്ട്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നീ ധൈര്യമായിട്ട് തിരിച്ചു വന്നോ. ഞാനും ഈച്ചുകയെ നിനക്ക് വേണ്ടി കാത്തിരിക്കുവാണ്. ചോരയിൽ കുളിച്ചിറക്കുന്ന നമ്മുടെ യാമി ഇത്ര നാൾ ഈച്ചുകനെ നോക്കിയാൽ പുള്ളിക്കാരനോട് നന്ദി പറയുന്നുണ്ട്. അപ്പൊ തന്നെ ഈച്ചുക പറയുന്നുണ്ട്, ഇവന്റെ വൂൺസ് ഒക്കെ വളരെയധികം ഡീപ്പാണ്. ചേട്ടാ, റിയൂസാൻ എനിക്കൊരു സാധനം തന്നു വിട്ടായിരുന്നു. എന്തെങ്കിലും അപകടമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ചേട്ടനി തരാൻ പറഞ്ഞു. പക്ഷെ അപ്പോഴാണ് ഈച്ചിക ആ കാര്യം ശ്രദ്ധിക്കുന്നത്. അത് ആ ഡീമൺ സോൾ പില്ലാണ്. ഈച്ചിക പണ്ട് കഴിച്ച അതേ ഡീമൺ സോൾ പിൽ. റിയു എന്തിനാണ് ഇതെനിക്ക് തന്നു വിട്ടത്? ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോൾ ഉറപ്പായിട്ടും പോകും. നമുക്കൊരിക്കലും ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല. അതങ്ങനെയാണല്ലേ നീ പറയുന്നത്? എനിക്കിപ്പോ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണല്ലേ? റിയു ഒന്നും പറഞ്ഞുകൊണ്ട് യാമി ആ ഡീമൺ സോൾ പില്ല് എടുത്ത് കഴിക്കുവാണ്. അച്ഛൻ ഞങ്ങളോട് പറഞ്ഞതുപോലെ അല്ലായിരുന്നു ആ ഡീമൺ സോൾ പില്ല് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഫിസിക്കൽ എബിലിറ്റി കൂട്ടുകയും നമ്മൾ ബെർസറക്ക് എന്ന് പറയുന്ന മുകളിലേക്ക് ചെല്ലുകയും നമ്മുടെ മൈൻഡ് നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകുകയും അതായിരുന്നു ആ ഒരു പില്ലിന്റെ പവർ. യാമി ക്ലാനി ഇത്ര നാളായിട്ട് ആരും ഇതുവരെ അത് കൺട്രോൾ ചെയ്തിട്ടില്ല. ചേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ. യാമിയുടെ യുറോക്കും നന്നായിട്ട് തന്നെ വളരുന്നുണ്ട്. അത് മാത്രമല്ല, അത് കാരണം അവന്റെ ശരീരവും ഹീലാകാൻ തുടങ്ങി. ഇതെങ്ങനെ സാധിച്ചു? പെട്ടെന്ന് നമ്മുടെ ലൂഷ്യസിന്റെ ഒരു ക്ലോൺ ആ ഒരു ബാരിയർ പൊട്ടിച്ച് അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ പറയുകയും ചെയ്യും, ഞാൻ യാമിയുടെ സിസ്റ്ററിനെ ഇതുവരെ ഗ്രീറ്റ് ചെയ്തില്ല. എന്ത് ചെയ്യാനാ, നിനക്ക് അധികം നാളൊന്നും ആയുസില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഈച്ചുകനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഈച്ചുക യാമിനെ പൊക്കൊണ്ട് സൈഡിലേക്ക് ചാടുന്നുണ്ട്. ഈച്ചുകയുടെ ഗാർഡ് കംപ്ലീറ്റ് ഡൗൺ ആയിരുന്നു. അവിടെ ഒരു ഗ്യാപ്പ് നമ്മുടെ ലൂഷ്യസിന്റെ ക്ലോണിന് കാണാൻ സാധിച്ചു. പെട്ടെന്ന് തന്നെ പുള്ളിക്കാരെ ഈച്ചുകനെ അറ്റാക്ക് ചെയ്യാനും പോയി. പെട്ടെന്ന് ഈച്ചുകയുടെ അടുത്തേക്ക് ഒരു കൈ വന്നു. എന്നിട്ട് തന്റെ മാറോട് ചേർത്ത് ഈച്ചുകനെ നമ്മുടെ യാമി പിടിക്കുകയുണ്ടായി. യാമിയുടെ ഒരു പുതിയ ഫോമും ഇവിടെ അവേക്കൺ ചെയ്തിട്ടുണ്ട്. അടുത്ത ഒരു ഒറ്റ സ്ലാഷിൽ തന്നെ ലൂഷ്യസിന്റെ ക്ലോണിനെ യാമി രണ്ടായിട്ട് മുറിച്ചു കളഞ്ഞു. ഇത്തവണ ഞാൻ എന്തൊക്കെ വന്നാലും നിന്നെ പ്രൊട്ടക്ട് ചെയ്തിരിക്കും. ഈച്ചുകയായിട്ട് യാമിയുടെ ഈ ഒരു ചേഞ്ച് കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. പുള്ളിക്കാരിക്ക് എന്ത് പറയണമെന്ന് പോലും അറിയാൻ മേല. അവിടുന്ന് കുറച്ച് മുമ്പത്തെ കാര്യമാണ് കാണിക്കുന്നത്. നമ്മുടെ ലൂഷ്യസിന്റെ ക്ലോണും മോർഗനും നമ്മുടെ നാച്ച് തമ്മിലുള്ള ഫൈറ്റ്. അവന് ഒന്നാതെ ഒരു പലഡീനാണ്. അത് മാത്രമല്ലാതെ അവന് ഡാർക്ക് മാജിക്കും ഉണ്ട്. അവനെ ഇപ്പൊ നിലയിൽ കൺട്രോൾ ചെയ്യുന്നത് ലൂസിഫഗസ് ആണ്. അതെനിക്ക് മനസ്സിലായി. അവനൊരിക്കലും എന്റെ മോർഗനല്ല, എന്റെ ബ്രദർ അല്ല. അതുകൊണ്ട് ഇവരെ രണ്ടുപേരെ ഞാൻ ഇവിടെ വെച്ച് എന്ത് വില കൊടുത്തും ഡിഫീറ്റ് ചെയ്തിരിക്കും. എന്ത് വില കൊടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ ചത്താലും ഇവനെ ഡിഫീറ്റ് ചെയ്തിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നാച്ച് പുള്ളിക്കാരന്റെ 3 ഡെവിൾസിന്റെ കമ്പൈൻ ഫോം അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സൈമൾട്ടേനിയസിൽ തന്നെ അവർ രണ്ടുപേരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവർ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, ഡോഡ്ജും ചെയ്യുന്നു. ബ്രദർ, നിങ്ങളെ കണ്ടിട്ട് അന്നുണ്ടായതല്ല, നിങ്ങൾ കാരണമാണെന്നുള്ള ഒരു മനസ്സ് ഇതുവരെ വിട്ടിട്ടില്ലെന്ന് തോന്നുന്നു. പേടിക്കണ്ട, ഞാൻ നിങ്ങളെ ഫ്രീ ആക്കാം. അവിടുന്ന് നമ്മുടെ യാമിയുടെ ഫൈറ്റിലേക്കാണ് തിരിച്ചു വരുന്നത്. ആ ലൂഷ്യന്റെ ക്ലോൺ നമ്മുടെ യാമിയുടെ പറയുന്നുണ്ട്, യാമി, ആര് കണ്ട് നിനക്ക് ഇത്രയും സ്ട്രെങ്ത് ബാക്കിയുണ്ടായിരുന്നു? മിണ്ടാതിരിക്കടന്നായ നിനക്ക് എത്ര ധൈര്യമുണ്ടാണ് ജൂലിയസിന്റെ ഫേസും വെച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്? യാമി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനും നീയും എല്ലാരും സ്ട്രോങ്ങർ ആണ്. പക്ഷെ ഇവിടെ മോർഗൻ നമ്മളെക്കാട്ടും സ്ട്രോങ്ങർ ആണ്. പെട്ടെന്ന് നാച്ച് ക്രിയേറ്റ് ചെയ്ത ആ ഒരു സാധനം പിടിച്ചിട്ടുണ്ട്. നാച്ച് താഴത്തേക്ക് വീഴുന്നുണ്ട്. അവന്റെ പുറകെ മോർഗനും ഉണ്ട്. വൈസ് ക്യാപ്റ്റന്റെ കയ്യിൽ ആന്റി മാജിക് ഉണ്ടായിരുന്നു. എന്നിട്ടും ഇത്ര പെട്ടെന്ന് തോറ്റോ? അപ്പൊ തന്നെ നമ്മുടെ യാമി പറയുന്നുണ്ട്, ഇല്ല, അവൻ തോറ്റിട്ടില്ല. നാച്ച് ആകട്ടെ താഴത്തേക്ക് വീണിരിക്കുകയാണ്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ക്ലോർ കിൻഡത്തിലെ ഒരു മാജിക് നൈറ്റ് എന്ന നിലയ്ക്കും
ബ്ലാക്ക് ബുൾസിലെ ഒരു വൈസ് ക്യാപ്റ്റൻ എന്ന നിലക്കും എനിക്ക് മോർഗനെ ഡിഫീറ്റ് ചെയ്തേ പറ്റൂ. പക്ഷെ ഞാൻ എന്റെ ബ്രദറിനെ ഓൾറെഡി ഒരു വട്ടം കൊന്നു കഴിഞ്ഞു. ഇനി എനിക്ക് കൊല്ലാൻ സാധിക്കത്തില്ല. ബ്രദർ വിഷമിക്കണ്ട, നമുക്കെല്ലാം ഒന്നിന്ന് തുടങ്ങാന്ന് പറഞ്ഞുകൊണ്ട് മോർഗൻ പുള്ളിക്കാരന്റെ ലൈറ്റ് മാജിക് യൂസ് ചെയ്ത് നാച്ചിനെ അറ്റാക്കും ചെയ്യും. യാമി വന്ന് പെട്ടെന്ന് തന്നെ അത് ഡിഫ്ലക്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇത് കാണാൻ നേരത്ത് മോർഗന് ഞെട്ടിപ്പോവും. യാമിയുടെ പൊട്ട, നിനക്ക് വേറെ സമയമൊന്നും കിട്ടില്ല എങ്ങനെ കിടന്ന് മൂങ്ങാനായിട്ട്. നിനക്കറിഞ്ഞൂടെ മോർഗൻ ഓൾറെഡി എനിക്കറിയാം അതിന്റെ അനിയനല്ലെന്ന്. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോർഗൻ മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടിയാണ് നീ കാത്തിരിക്കുന്നത്. നിനക്കറിഞ്ഞൂടെ മോർഗൻ എന്തിനാണ് ജീവിച്ചതെന്ന്? അവൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിച്ചത്, മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണ് ജീവിച്ചത്. അവന്റെ ലൈഫ് അവൻ അതിനു വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്തത്. ആ മോർഗൻ അല്ല ഇത്. അവൻ മരിച്ചു. അവൻ ഓൾറെഡി നമ്മളെയൊക്കെ വിട്ടുപോയി. ആ ഒരു സീൻ നീ തന്നെ നിന്റെ ഷോൾഡറിൽ ചുമക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായില്ലേ. ഇന്ന് ഇവിടെ വെച്ച് നീ വേണം അവനെ ഡിഫീറ്റ് ചെയ്യാൻ. അങ്ങനെ മാത്രമേ നിനക്ക് അവനെ സഹായിക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ നീ എന്ത് പൊട്ടനാണെന്ന് നോക്കി ഒറ്റക്ക്. അതുകൊണ്ട് നിനക്കൊരു കുന്തോ സാധിക്കത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിന്റെ കൂടെ ഉള്ളത്. നമ്മൾ ഒരുമിച്ച് അവനെ ഡിഫീറ്റ് ചെയ്യും. പെട്ടെന്ന് അവരുള്ള സ്ഥലത്തേക്ക് നമ്മുടെ മോർഗൻ പറന്നു വരുന്നുണ്ട്. എന്നിട്ട് അറ്റാക്കിങ് ചെയ്യുന്നുണ്ട്. അതാവട്ടെ 2 ബിൽഡിംഗ് പൊളിച്ചുകൊണ്ട് നേരെ പുറകിലേക്ക് പോകും. അപ്പൊ നമ്മുടെ യാമി പറയുന്നുണ്ട്, മോർഗൻ നിന്നേക്കാൾ ഉപരി ലൂഷ്യസിനെ കാണാൻ നേരത്താണ് എനിക്ക് ദേഷ്യം വരുന്നത്. ജൂലിയസിന്റെ ഫേസും വെച്ചുകൊണ്ട് അവൻ എന്തൊക്കെയാണ് കാണിക്കുന്നത്. മരിച്ചവരെ പോലും അവൻ വെറുതെ വിട്ടിട്ടില്ല. പിന്നെ മോർഗൻ, എനിക്ക് നിന്നെ ഒരിക്കലും മറക്കാൻ സാധിക്കത്തില്ല. എനിക്ക് നിന്നോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരം എത്രയും പെട്ടെന്ന് നിന്നെ ഡിഫീറ്റ് ചെയ്യാവുന്നതാണ്. അത് ഞാനിവിടെ ചെയ്യുന്നതുമായിരിക്കും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.